മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. അവിടെ ഈ ഉപമയ്ക്കൊരു വ്യത്യാസമുണ്ട്. മറ്റെല്ലാം ഈ ഒരു ഉപമ ഒരു പ്രത്യേകമായ രീതിയിൽ കർത്താവ് പറയുകയാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. Then shall the kingdom of heaven be likened unto the 10 virgins which took their lamp and went forth to meet the bridegroom. ഇസ്രായേലിൽ അവരുടെ പാരമ്പര്യം അനുസരിച്ചൊരു ഒരു വിഷയമുണ്ട്, നന്നായി മനസ്സിലാക്കുക. വിവാഹത്തിൻ്റെ 2 ദിവസം മുമ്പ് കന്യക അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മണവാട്ടിയുടെ ഭവനത്തിൽ ഈ മണവാളൻ വരും. രാത്രിയിലാണ് വരുന്നത്. ഈ മണവാട്ടിയും അവരുടെ വീട്ടുകാരും അതിനാവലോട് കാത്തിരിക്കണം. രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിൽ ആരോടും അറിയാതെ വളരെ രഹസ്യമായിട്ടാണ് വീടിൻ്റെ പടിക്കൽ വന്ന് ഭയങ്കരമായിട്ടൊരു കൊട്ടിഘോഷി ഭയങ്കര ആർപ്പോടെ പാടും. എന്നാൽ മണവാളനും തൻ്റെ തോഴന്മാരും ഒരേ ഡ്രസ് കോഡായിരിക്കും. കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഈ മണവാട്ടി മണവാളൻ ആരാണെന്നുള്ളത് അവൾ തന്നെ കണ്ടുപിടിക്കണം. അവിടെ വെച്ച് ഒരു ടെസ്റ്റിംഗ് പോയിൻ്റാണ്. ഇവരെല്ലാവരും കൂടെ ആ ഭവനത്തിൻ്റെ മുറ്റത്ത് നിന്നും കൊണ്ട് ആർത്ത് ഘോഷിച്ച് പാടും. വളരെ രഹസ്യമായി അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് അവർ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അങ്കണത്തിൽ വന്ന് പാട്ട് തിമിർത്ത് പാടുമ്പോൾ വാദ്യങ്ങളോട് ഘോഷങ്ങളോടുകൂടി ആ പാട്ട് പാടുന്നതിനിടയ്ക്ക് മണവാളൻ കാണും. പക്ഷെങ്കിൽ തിരിച്ചറിയത്തിൽ ആരാണ് മണവാളൻ, തോഴൻ ആരാണെന്ന്. ആ കന്യകയായ അവനു വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നവൾക്ക് ചില അറിവുകൾ കാണും. ഇന്നതാണ് എൻ്റെ പ്രാണപ്രിയൻ, അവൾ അവനെ കണ്ടെത്തണം, അവനെ കണ്ടുപിടിക്കണം, അവനെ തിരഞ്ഞു പിടിക്കണം. അതിനുള്ളതായ ജ്ഞാനം, അതാണ് കർത്താവ് പറയുന്നത്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമെന്നല്ല കർത്താവ് പറഞ്ഞത്, സദൃശ്യം ആകും എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് അറ്റ് ഓൾ, നോ കോംപ്രമൈസ്, നോ ഓൾട്ടറേഷൻ ഈസ് അലൗഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും? എല്ലാവർക്കും ഒരേ യൂണിക്കായിട്ടുള്ളതായ വിളക്ക് കൊടുത്തു, എണ്ണ കൊടുത്തു, പ്രകാശം കൊടുത്തു, പോകേണ്ടതായ ഡെസ്റ്റിനേഷൻ കൊടുത്തു. അവർക്കെല്ലാം കൊടുത്തതായ ഉപദേശങ്ങളെല്ലാം ഒന്ന്. പക്ഷെങ്കിൽ അതിൽ 5 പേർ അല്പം വ്യത്യസ്തരായി. അതാണ് കർത്താവ് പറയുന്നത്, അവരെ ബുദ്ധിയുള്ളവരെന്ന് കർത്താവ് പറയുന്നത്. എന്താണ് ഈ ബുദ്ധി? 3 വിധത്തിലുള്ളതായ ബുദ്ധിയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നിന്ന് എടുത്ത് കാണിക്കട്ടെ. 1, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, മണവാളൻ ആരെന്ന് കണ്ടുപിടിക്കുവാൻ കഴിവുള്ളവൾ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം സമയത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ബുദ്ധിമാന്മാർ ഈ സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു അന്വേഷണം നടത്തും. കാലങ്ങളെക്കുറിച്ചും മണവാളൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ചുമുള്ള ഒരു അന്വേഷണം നടത്തുന്നവർ. 3, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യം. എവിടെ? പരീക്ഷകളുടെയും പ്രയാസങ്ങളുടെയും അനേക കഷ്ടതകളുടെയും നടുവിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളതായ ഒരു കഴിവ് ആർക്കുണ്ടോ അവരെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു. എങ്ങോട്ട് സ്ലിപ്പാകണം? അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വേറൊരു ദിവസത്തിലേക്ക് വഴിമാറി കൊടുക്കുന്നതായ ഒരു മോമെൻറ്റ്. 12 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഉടനെ ഏയമാണ്. അടുത്ത ദിവസത്തിലേക്ക് വഴിമാറി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേക ഉപമകളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായി കർത്താവ് ക്ലോസ് ചെയ്തതായ ഒരു ഓപ്ഷൻ, നോ അതർ ഓപ്ഷൻ അറ്റ് ഓൾ. ഈ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പരിഗണനയുള്ളൂ എന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്. അവൾ മണവാളൻ ആരെന്ന് കണ്ടുപിടിക്കുവാനുള്ളൊരു കഴിവുള്ളവളായിരിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അനേക ദൈവങ്ങളെക്കുറിച്ച് നിനക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ടെങ്കിലും നിന്നെ സഹായിക്കുന്നവൻ ആരാണ്? നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാണ്? നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ പോകുന്നത് ആരാണ്? നിന്റെ ആവലാദികൾ തീർക്കുന്നത് ആരാണ്? നിനക്ക് പ്രാണപ്രിയൻ ആരാണെന്ന് നിനക്ക് തിരിച്ചറിയുവാനുള്ളൊരു കഴിവുണ്ടോ? നിന്നെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു, ബുദ്ധിയുള്ള കന്യക എന്ന് വിളിക്കുന്നു. അതിനുശേഷം മണവാളൻ്റെ വരവ്, ആ സമയം എത്ര ദൈർഘ്യമുണ്ട്,
ആ ദൈർഘ്യം വരെയും നിനക്ക് തന്നിരിക്കുന്നതായ എണ്ണ നിനക്ക് മതിയാകത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിനക്കറിയാം ഇത് മതിയാകാതെ വരും. ഈ തന്നിരിക്കുന്നത് പോരാ, എനിക്കല്പം എൻ്റേതായ ഒരു പാത്രത്തിൽ എൻ്റെ സ്വന്തമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അല്പമൊക്കെ സാക്ഷ്യങ്ങളും അറിവുകളും എനിക്ക് വേണം. പിടിച്ചു നിൽക്കുവാൻ എൻ്റെ ബലം കൂടെ വേണം. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ പറ്റില്ല. എനിക്കും കൂടെ ഒരു വ്യക്തിപരമായ ഒരു ജീവിതത്തിലുള്ള റെസ്പോൺസിബിലിറ്റി. ആ പ്രിയൻ വരുന്നിടം വരെ എൻ്റെ വിളക്ക് എരിഞ്ഞു നിൽക്കണമെന്നുള്ളതായ ഒരു വാശി ഏത് സമയത്തും വരട്ടെ. അതിനുശേഷം കർത്താവ് വരുമ്പോൾ, പ്രാണപ്രിയൻ വരുമ്പോൾ, അതിനു മുമ്പ് നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നതായ പരിശോധനകളുടെ മധ്യത്തിൽ തെന്നിപ്പോകാതെ, നിൻ്റെ എതിരാളിക്ക് നീ വഴിമാറിക്കൊടുക്കാതെ, അതിൻ്റെ മുൻപിൽ സാക്ഷ്യത്തോടു കൂടെ നിൽക്കുവാനുള്ള ഒരു അറിവ്, ജ്ഞാനം, ഒരു തീരുമാനത്തിൻ്റെ കഴിവ്. ദൈവത്തിന് സ്തോത്രം. മറ്റെല്ലാ ഉപമകളിൽ നിന്നും കർത്താവ് വ്യത്യസ്തമായിട്ട് പറയുകയാണ്, then shall the kingdom of heaven be likened unto 10 virgins. ഈ 10 കന്യകമാരുടെ സദൃശ്യം ആകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ അനേകം ഉപമകളെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൽ 10 കന്യകമാരുടെ ഉപദേശത്തെക്കുറിച്ച് നീ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ ഉപമയുടെ അവസാനത്തിൽ കർത്താവ് പ്രയോഗിച്ചതായ ഒരു വാക്കിനെക്കുറിച്ച് നീ ശ്രദ്ധിച്ചോ? അതങ്ങനെ ആകും, മാറ്റമില്ല. ഇറ്റ് ഈസ് ലൈക്ക് എൻഡ്. കഷ്ടതകളുടെ നടുവിൽ തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ്, പ്രാണപ്രിയനെ കണ്ട് മനസ്സിലാക്കുവാനുള്ളതായ ഒരു കഴിവ്, അവൻ്റെ വരവിനെക്കുറിച്ചുള്ള സമയത്തെക്കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം ദൈവം ഈ വചനങ്ങൾ മുഖേന ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിയുള്ളൊരു ഹൃദയം നിൻ്റെ ഹൃദയത്തിൽ തെരുമാറാകട്ടെ. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ തലമുറകളിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിയുടെ ഒരു ഹൃദയം ദൈവം നിനക്ക് തരുമ്പോൾ, ഒരു അഭിഷേകം തരുമ്പോൾ, കർത്താവ് പറഞ്ഞത് ഉപമയ്ക്ക് മനസ്സിലാക്കാനുള്ളൊരു ജ്ഞാനവും കഴിവും ത്രാണിയും കർത്താവ് നിനക്ക് തരും. കഷ്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ, തകർന്നു പോകാതെ, അടിഞ്ഞു പോകാതെ നിലനിൽക്കുന്നൊരു ഹൃദയം. പ്രാണപ്രിയൻ വരും വരെയും മറ്റു താഴന്മാരെ പോലെയല്ല, 1000-10,000ങ്ങളിൽ സുന്ദരനായ കർത്താവിനെ കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ത്രാണി നിനക്കുണ്ടാകും. ഗോഡ് ബ്ലെസ് യു. കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ, കൈവിടാതെന്നെ കൺമണി പോലെ, കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം, അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി. മമ മണാളാനിൻ പ്രേമത്താലേ, മമ മണാളാനിൻ പ്രേമത്താലേ, നിറയുന്നേ എന്നുള്ളമിന്നേരം, നിറയുന്നേ എന്നുള്ളമിന്നേരം. ചെറിയ വെള്ളങ്ങൾ കെളുതയകറ്റാൻ ഏഴയേ നിൻ പ്രേമത്തിൽ നിന്നും, ഏഴയേ നിൻ പ്രേമത്തിൽ നിന്നും പകരുക നിന്നാത്മശക്തി, പകരുക നിന്നാത്മശക്തി, എന്നും വർണ്ണ